എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഒരു വെജ് ഫ്രൈഡ് റൈസ്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നിട്ട് ഓൾന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഉപയോഗിച്ചത്. അത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ റൈസ് നല്ല കറക്റ്റ് വേവായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ രുചിയും ടെക്സ്ചറും ഒക്കെ മാറും. അപ്പോൾ എപ്പോഴും റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസിൽ ഞാനിവിടെ കോണ്, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കാം. ഇനി അഥവാ മഷ്റൂമിൽ ചേർക്കാം, അല്ലെങ്കിൽ പനീർ, നോൺ വെജിലാണെങ്കിൽ മുട്ട, ചിക്കൻ ഒക്കെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ വെച്ചു. പാൻ ചൂടായ ശേഷം ഓയിൽ ഉപയോഗിക്കുക. പാൻ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി വെക്കണം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കാൻ വെക്കണം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. ഇതൊരു സവാള മുഴുവനില്ല, ഒരു ഹാഫ് സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു സവാള ഹാഫായിട്ട് എടുത്തിട്ടുള്ളൂ. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റാം. കളർ മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അതായത് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുളച്ചൊരു ടൈപ്പ് നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മുള വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു വാസനയും ടേസ്റ്റും കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അത് കിട്ടാത്ത സമയത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പീസ്, കോണ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവർ കുക്കാവാൻ പാടില്ല, ചെറിയൊരു പച്ചച്ചോയ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ വെജിറ്റബിൾസിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വഴറ്റി കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ളേ പാടുള്ളൂ, കൂടുതലാവാൻ പാടില്ല. കൂടുതലായ ടേസ്റ്റ് മാറും. ജസ്റ്റ് ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് നന്നായിട്ട് വഴറ്റണം. വഴറ്റിയ ശേഷം നമ്മളിനി ചേർക്കുന്നത് സോയ സോസാണ്. നമ്മൾ വേറെ ഒരു സോസും ഇതിൽ ചേർക്കുന്നില്ല, സോയ സോസ് മാത്രം. അതും വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. സോയ സോസ് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവർ കുക്കാവാൻ പാടില്ല. പറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത വിധം വേണം കുക്ക് ചെയ്യാൻ. അപ്പോഴാണ് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പേപ്പറും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആ സ്വാദിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളകും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെജിറ്റബിൾസും റൈസും മിക്സ് ചെയ്യുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ചോറ് വെക്കുമ്പോൾ ഓവർ കുക്ക് ആവാതെ നോക്കുക, കറക്റ്റ് പാകത്തിന് വെക്കുക, വറ്റുകൾ തമ്മിൽ ഒട്ടാതെ വെക്കുക. പിന്നെ ഉള്ളത് വെജിറ്റബിൾസും അതേ ഓവർ കുക്ക് ആവാതെ നോക്കുക. ഇങ്ങനെ രണ്ടും ചെയ്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ മലയിലൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങൾക്ക് അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയൊരു വിഭവമാണ്. നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഏതാ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് അത് ചേർക്കാം, അല്ലെങ്കിൽ മുട്ടയിലോ ചിക്കനിലോ ഒക്കെ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.